കിടില സ്ഥലങ്ങളല്ലേ അല്ലെ? ഇവിടെ ഈ റൂട്ടിൽ ഫസ്റ്റ് ആണ്. ഫസ്റ്റ് ആണ്. എങ്ങനെയുണ്ട് സ്ഥലങ്ങള്? ഞാൻ റാഞ്ചിന്ന് നേരെ പാള റോഡിൽ ഇച്ചിരി വന്നിട്ട് അവിടെ ഒരു ഇതുണ്ട്, അതിർത്തിയുണ്ട് ബീഹാറിലോട്ട് കയറാൻ. അതുവഴിയാ പോയിട്ടുണ്ട്. ഇത് രസമാളിയാ കാണാൻ. ഫുള്ള് പച്ചപ്പേനല്ലോ. ഇത്രയും മനോഹരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതെന്തോ ചെക്ക് പോസ്റ്റ് ആളിയാ? വായിച്ചു നോക്കട്ടെ. മൊത്തം ഇന്ത്യ ചെക്ക് പോസ്റ്റ് ആയിരിക്കും അളിയാ. എന്താ ചരിഞ്ഞു പോണം. അതിന്റെ ഇത് പോയി. ഏത് പോയി? അതിന്റെ സെൻട്രൽ ബോൾട്ട് പോയി വണ്ടി ആളെ കൊണ്ട് പോവാ. ഇവിടെ മൊത്തം ബസിന്റെ മുകളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത്. ബസിന്റെ മുകളില്, പിന്നെ താഴെ മറ്റേ ജീപ്പില്. UP വണ്ടിയാ. ഫുള്ള് ചുടുകെട്ട വിട്ട വീഡിയോകളെ ഞാൻ എല്ലായിടം ചുടുകെട്ട വീഡിയോകള്. പക്ഷെ ഒന്നും പൂശിയിട്ടില്ല. സമയം രാവിലെ 9 മണി കഴിഞ്ഞു. വിഷയം തുടങ്ങിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കട നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. പെട്രോൾ വിൽക്കുന്ന പെട്ടിക്കടകൾ ഒരുപാട് കണ്ടെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലൊന്നും അധികം കണ്ടതുമില്ല. പിന്നെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് നമുക്കൊരു ഹോട്ടൽ കാണാൻ കിട്ടിയത്. ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇവിടെയൊക്കെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഫുഡ് ഉണ്ടാക്കി തുടങ്ങത്തുള്ളൂ. അരമണിക്കൂറിന് ശേഷം ഫുഡ് കിട്ടി. റൊട്ടിയും പരിപ്പ് കറിയും. 4 റൊട്ടിയും ഡാല് കറിയും കൂടെ 60 രൂപയാണ് ഒരു പ്ലേറ്റിന് വിലയായത്. ഫുഡ് കഴിച്ച് പുറത്തോട്ടിറങ്ങാൻ നേരമാണ് ഒരാൾ വാറ്റുചാരായം ഒഴിച്ച് കുടിക്കുന്നത് കണ്ടത്. രഹസ്യമായി കടക്കാരൻ തന്നെയാണ് ഇത് ഇവിടെ വിൽക്കുന്നതും. ഒരു ഗ്ലാസ് വാറ്റുചാരായത്തിന് ഇവിടെ 40 രൂപയാണ് വില ഈടാക്കുന്നത്. വെള്ളം ഒഴിക്കുന്ന വാറ്റില് വെള്ളം ഒഴിക്കുന്ന ബിഹാരി लिकर बिहारी लिकर और मंगुआ मंगुआ कितना है एक ग्लास? 40 ഇതാണൊക്കെ എല്ലാ ഹോട്ടലിലും ഇതാണൊക്കെ വാറ്റൊക്കെ ഉണ്ടാവും. അറിയത്തില്ല. ഇപ്പൊ ഇവിടെ കയറിയപ്പോ അവിടെ നാട്ടുകാരൊക്കെ വന്ന് മേടിച്ച് കുടിക്കുന്നതാണ്. അപ്പൊ ഞാനത് വിചാരിച്ച് വെള്ളം ആൾക്കാര് ഞാൻ ഇരിക്കുന്നത് ഗ്ലാസ്സിനെന്തോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തപ്പോ ഭയങ്കര സ്മെല്ല്, സഹിക്കാൻ വയ്യ സ്മെല്ല്.